ഇനി 50,000 ആണെങ്കിൽ 1/3. ഞാൻ പറഞ്ഞത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട 1/3 പേരെയും തീവ്ര വർഗീയ സ്വഭാവം പുലർത്തുന്ന ഒരു സംഘടനയുടെ വിരൽത്തുമ്പിലാണ് അവിടുത്തെ വോട്ടർമാരെന്നുള്ളതാണോ സരൻ പറയുന്നത്? വോട്ടർമാരെ വില കുറയ്ക്കുകയല്ല ചെയ്തത്, പക്ഷെ വോട്ടർമാർ അതിൽ വീണുപോയി എന്നുള്ളത് ഒരു സത്യമാണ്. അവസാന നിമിഷങ്ങളിൽ ജയിക്കേണ്ടുന്നതിന്റെ ഫോർമുലകൾ ഇങ്ങനെയൊക്കെ തന്നെ മതി. BJP പേടിയാണ് ഇതിന് കാരണം. നോക്കൂ, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് PGയുടെ അറിവിലേക്കായി പറയുകയാണ്. ഇവിടെ SDPI വളരുന്നത് എങ്ങനെയാ? BJPയെ ചാരിയാണ്, സംഘപരിവാരത്തെ ചാരിയാണ്. അതായത് അവരെ പറഞ്ഞാലാണ് ഇവിടെ വളർച്ച ഉണ്ടാവുക. BJP കേരളത്തിൽ വളരുന്നത് എങ്ങനെയാ? ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന വർഗീയതയ്ക്കാണ് ഇവിടെ UDFും LDFും പരവതാനി വിരിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് SDPIയെ ചാരിയാണ് BJP വളരുന്നത്. ഞാൻ പറയുന്നു PG, ഇതിനെ രണ്ടിനെയും ഒരേപോലെ ചാരി നേടിയ രാഷ്ട്രീയത്തിലെ അപകടം പിടിച്ച വിജയ ഫോർമുലയാണ് പാലക്കാട് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരേ സമയം SDPIയെ ചാരിയും അതായത് താങ്കൾ പറഞ്ഞത് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അതിലെ നിർണായക വോട്ടുകളെ സ്വാധീനിക്കുന്ന ഒരു വിജയ ഫോർമുലയിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. പക്ഷേ എന്റെ സംശയം സരൻ, ഈ BJP പേടി കൊണ്ട് മുസ്ലിം വോട്ടുകളെ SDPI സ്വാധീനിക്കുന്ന അപകടകരമായ വിജയ ഫോർമുല എന്ന് പറഞ്ഞാൽ 2021 ഈ ശ്രീധരൻ വിജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ മണ്ഡലത്തിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ 99% വോട്ടുകളും അന്ന് ഷാഫി പറമ്പിലല്ലേ കിട്ടിയത്? തർക്കമുണ്ടോ സരന്? ഇല്ല, അതിൽ തർക്കമില്ല. പക്ഷെ അന്നത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു? അത് എന്ത് ജയത്തിന് വേണ്ടിയുള്ള ഇലക്ഷനാണ് എന്നുള്ളതിന്റെ തീരുമാനത്തിൽ മതം നോക്കാൻ പറഞ്ഞില്ല, മതത്തിന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പരസ്യമായി ഇവിടെ നിലപാടെടുത്തു. 3 ആഴ്ചകൾക്ക് മുന്നേ അവര് പറഞ്ഞു. അതെ, വളരെ കൃത്യമായി അവർ പറഞ്ഞല്ലോ, ഇവിടെ ഇടതുപക്ഷം ജയിക്കരുത്. SDPIക്ക് എന്താ വേണ്ടത്? 2021 ഈ ശ്രീധരനും ഷാഫി പറമ്പിലും മത്സരിക്കുമ്പോൾ 3800 വോട്ടിന്റെ ഒരു നാമമാത്രമായ വിജയം ഷാഫി നേടുമ്പോൾ ഷാഫിയെ വിജയിപ്പിച്ച ഏറ്റവും നിർണായകമായ വോട്ടുകൾ അന്നത്തെ BJPക്കെതിരെ ചിന്തിക്കുന്ന വോട്ടുകളായിരുന്നു. അതിലേറ്റവും എൻ ബ്ലോക്കായി അന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വീണത് ഷാഫി പറമ്പിലാണ്. അന്ന് ഷാഫിക്ക് കിട്ടിയ 50,000-ൽ നിന്ന് ഇത്തവണ ടോട്ടൽ പോൾ ചെയ്ത വോട്ട് കുറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ അധിക വോട്ടുകൾ അപ്പോൾ എവിടെ നിന്നായിരിക്കും സരൻ? അതാണ് ഞാൻ പറഞ്ഞ BJPയെ ചാരി എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം. ഇവിടെ ശ്രീധരൻ സാർക്ക് കിട്ടിയതിൽ നിന്ന് 10,000-ത്തിലധികം വോട്ടുകൾ കുറഞ്ഞല്ലോ BJPക്ക്. ആ വോട്ടുകളിൽ കുറവുണ്ടായത് 2 തരത്തിലാണ്. ഒന്ന്, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തന്നെ സ്വയം മത്സരിച്ചത് ജയിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹത്തിന് ഇവിടെ കുറച്ച് ഡീലുകളൊക്കെ നടത്തി പോകണം, നഗരസഭയിലെ സ്ഥിരം സാന്നിധ്യം ഇങ്ങനെ തുടരണം. അതിന് ഏറ്റവും നല്ല ഒരു ആളായിരുന്നു, കൂട്ടാളിയായിരുന്നു മുൻ MLA. അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് വ്യക്തിപരമായി തോറ്റാൽ പോലും സങ്കടം ഉണ്ടാവാനും സാധ്യതയില്ല. പക്ഷെ അദ്ദേഹം സ്വന്തം സംഘടനയെ കൂടി തോൽപ്പിച്ചു. അത് 2 തരത്തിലാണ്. ഒന്ന്, അദ്ദേഹം നിന്നാൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനോട് വിരോധമുള്ളവരും ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഇവിടെ ജയിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പുള്ളവരും. അവരാ വോട്ട് വളരെ കൃത്യമായി പാക്ക് ചെയ്ത് എത്തിച്ചത് കോൺഗ്രസിലേക്കാണ്. ഇവിടുത്തെ BJPയുടെ നഗരസഭാ കൗൺസിലർമാരും അവരുടെ ഒരു പക്ഷേ വലയത്തിൽ നിൽക്കുന്നവരും അവരുടെ സ്വാധീന വലയത്തിൽ സങ്കോചവും ഇല്ലാതെ UDFിലേക്ക് പോയതല്ല, അതാണ് സരന്റെ ആരോപണം. അതിലൊരു തർക്കമില്ലെന്നേ. കാരണം ഞാനതാ പറയുന്നത്, ഇവിടെ ഒരു കാരണവശാലും ഇടതുപക്ഷം ജയിക്കരുത് എന്നും 2026 ഇടതുപക്ഷത്തിന് തടയിടണമെങ്കിൽ പാലക്കാട് ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു അഡ്വാൻറ്റേജിനെ തകർത്ത് തരിപ്പണമാക്കുന്ന റിസൾട്ട് വരണമെന്നും നിർബന്ധ ബുദ്ധിയുള്ള 2 പേരും കോൺഗ്രസും BJPയുമാണല്ലോ. ശരി, BJPക്ക് അത് വളരെ കൃത്യമായി ഒരു പക്ഷേ ഞാനതാ പറയുന്നത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അതിനൊരു മറപിടിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം തന്നെ ഒരു മറപിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വോട്ട് ചോർച്ചയ്ക്ക് സ്വയം ഒരു പ്രതിരോധം ഉണ്ടാക്കി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ മാത്രമായിരുന്നു BJP അധ്യക്ഷൻ ഉണ്ടായിരുന്നത്.